ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി വെക്കാം കേട്ടോ. ഒന്ന് ചൂടടിപ്പിച്ച് കഴിയുമ്പോഴല്ല രോമെല്ലാം കരിഞ്ഞു അല്ലേ? ഞങ്ങളിത് മൊത്തത്തിൽ ഉരിഞ്ഞെടുക്കുന്നുണ്ടേ. വെയിറ്റില്ല, കുഞ്ഞു കോഴി ആയുണ്ടാണോ? ആളില്ല, ചെറുതാ. പെടയല്ലേ? പെടയായിരുന്നോ? അയ്യോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ആരും ഒന്നും വിചാരിക്കണ്ട. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നാടൻ കോഴി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നല്ല മുടിക്കായില്ലേ കോഴി? രോമൊക്കെ പോയി. ഇനി ഇതെന്തോ ചൂടിപ്പിക്കണ്ടേ? പിന്നെ ഇതെന്താ കഴുകുന്ന? ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെയൊക്കെ. പിന്നെ കഴുകണ്ടേ? ശരിക്കും നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തേന്. ഞങ്ങളുടെ കോഴി സുന്ദരിയായില്ലേ? ഇത് ഫസ്റ്റ് ടൈം ചൂട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഇതിൻ്റെ രോമങ്ങൾ അതായത് തൂവലൊക്കെ പറിച്ചെടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കണ്ടില്ല, കണ്ടെങ്കിൽ ഞാൻ അതും വീഡിയോ എടുത്ത് വെച്ചേനായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേനും ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമുള്ള കോഴിയാണ് കാണുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഒന്ന് വീഡിയോ എടുത്തോട്ടേ എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഇതൊക്കെ എന്തോന്ന് എന്ന് തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്. എനിക്കൊരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കൂടെ നിന്നത് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ സാധാ കഴുകി വൃത്തിയാക്കി സാധാ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് പോലെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ആ പ്രൊസീജിയേഴ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, അത് ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് എന്നെപ്പോലെ ചിലരെങ്കിലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടോട്ടെ, അവരും കൂടെ കണ്ടോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം ഒരു കാര്യം പറയാൻ മറന്നു പോകുന്നില്ല, അപ്പം ആരും മറന്നു പോകരുത്. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളവിടെ എങ്ങനെയാ റെഡിയാക്കണേ? ഞങ്ങളവിടെ ഇങ്ങനെയൊന്നുമല്ല, ഇത് ഈ സാധനം പോലും എടുക്കത്തില്ല. ആ തൊലിയും കൂടെ നമ്മളും കളയും, ഇരിഞ്ഞ് കളഞ്ഞു. പിന്നെ ആ വേസ്റ്റൊക്കെ കളയില്ല. ഇങ്ങനെ തന്നെ സെയിമൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്നേ, പക്ഷേ ഈ തൊലി എടുക്കില്ല അല്ലേ? തൊലി എടുക്കില്ല, അതുകൂടെ കളയും. നിങ്ങളുടെ കോഴി ഏതാന്ന്? പിന്നെ നാടൻ കോഴിയായാലും മുട്ട ഉണ്ടായിരുന്നു. മുട്ടയായി വന്നേ.
ബാക്ക് ലെഗ് പീസ് കുഞ്ഞോ എടാ കുഞ്ഞേ വെക്കുന്ന സംഗതി കണക്കിക്കോ കഴിഞ്ഞു. ഇനിയിപ്പം മാറ്റമൊന്നുമില്ല, നമ്മൾ കറി വയ്ക്കും പോലെ തന്നെ കറി വയ്ക്കുകയാണ്. ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് പിന്നെ കറി വയ്ക്കുകയാണ്. അപ്പം ലാസ്റ്റ് ടൈം അടുപ്പിലിങ്ങനെ വെട്ടി തിളച്ച് വേകുന്ന ഒരു പ്രൊസീജിയറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉടനെ തന്നെ കോഴിക്കറി റെഡിയാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.